ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസീനിലെ 19 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്.
ഇനി 20-21 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മൾ പിന്നിട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ നോമ്പിലും നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും എന്തെങ്കിലും ന്യൂനതകളും പോരായ്മകളും ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി പൂർണ്ണമായി പ്രതിഫലം കിട്ടുന്ന അമലുകളായി അള്ളാഹു നമ്മിൽ നിന്നും അവയെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനി ബാക്കിയുള്ള ദിനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ആയത്ത് നമ്മൾ പഠിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 പ്രാർത്ഥനകൾ കൂടി നമ്മൾ പഠിച്ചിരുന്നു. ആ പ്രാർത്ഥനകൾ മറന്നു പോകരുത്. അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സ്സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക. പിന്നെ നമ്മൾ കഴിഞ്ഞ റമദാനിൽ നമ്മളൊരു പ്രാർത്ഥന പഠിച്ചു അല്ലേ? എന്തെഴുതത്? അല്ലാഹുമ്മ ലാ തൈറ ഇല്ലാ തൈറുക വലാ ഇലാഹ ഗൈറുക. അപ്പോൾ ആ പ്രാർത്ഥനയും നമ്മൾ മറന്നു പോകരുത്. നമ്മളെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നമുക്ക് കടന്നു വരുന്നുവോ അതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ചിലത് നമുക്ക് പരീക്ഷണമായിട്ടാണ്, മറ്റ് ചിലത് നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഫലമായി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന ചില തീരുമാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തിൻ്റെയോ ദിവസത്തിൻ്റെയോ ഒന്നും ദോഷം കൊണ്ടോ ശകുനം കൊണ്ടോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അസ്ഹാബുൽ ഖറിയത്തിൻ്റെ സംഭവമാണ് അല്ലാഹു തആല സൂറത്ത് യാസീനിൻ്റെ നമ്മൾ ഈ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞു തരുന്നത്. വദ്രിബ് ലഹും മസലൻ അസ്ഹാബുൽ ഖറിയ. ഗ്രാമം ഏതാന്ന് പറഞ്ഞിട്ടില്ല, ആ ഗ്രാമം ഏത് നാട്ടിലാന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. മറിച്ച് ഗ്രാമത്തിൽ നടന്ന സംഭവം അതിൽ നമുക്ക് പാഠമുണ്ട് എന്നതാണ്. അവിടേക്ക് അല്ലാഹു തആല 2 പ്രവാചകന്മാരെ അയച്ചു. അവർക്ക് ശക്തി പകരാൻ 3-മതൊരാളെ കൂടി അയച്ചു. എന്നിട്ടും ആ ജനങ്ങൾ ആ പ്രവാചകന്മാരെ അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, എല്ലാ കാലത്തും പ്രവാചകന്മാരോട് നാട്ടുകാർ പ്രതികരിക്കുന്ന അതേ പ്രതികരണം അവരിൽ നിന്നുണ്ടായി എന്ന് മാത്രമല്ല, അവസാനം അവർ പറഞ്ഞു ലഇല്ലം തൻതഹു ലനർജുമന്നക്കും വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം. നിർത്തണം, നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ എറിഞ്ഞോടിക്കും, വളരെ മോശമായ വേദനയേറിയ ശിക്ഷ ഞങ്ങൾ നിങ്ങളെ ബാധിപ്പിക്കും. ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും. അതാണ് അവർ പറഞ്ഞത്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എറിഞ്ഞോടിക്കുമെന്ന് പറയാൻ കാരണം നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ശകുനപ്പിഴവിൽ ആയിരിക്കുന്നു എന്നതാണ്. ഈ നാട്ടിൽ ഒരു സുഖവും സമാധാനമില്ല, എന്നും പ്രശ്നങ്ങളാണ്, നിങ്ങളെ കൊണ്ടാണത് എന്നാണ്. അപ്പോൾ അവർ തിരിച്ചു പറഞ്ഞ മറുപടി ഖാലൂ ത്വാഇറുക്കും മഅക്കും. അപ്പോൾ അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ആ ഖാലൂ ത്വാഇറുക്കും മഅക്കും എന്ന് ഞാൻ കുറച്ച് ആയത്തുകൾ റെഫറൻസ് തന്നിരുന്നു. ലക്ഷ്മരിക്കാൻ കുറച്ച് ആയത്തുകൾ റെഫറൻസ് തന്നിരുന്നല്ലോ. ഖാലൂ ത്വാഇറുക്കും മഅക്കും എന്നതിന് ഇത് പിന്നെ അസ്ഹാബുൽ ഖറിയത്തിലെ ആ ഗ്രാമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞത് മാത്രമല്ല, മൂസാ നബി പറഞ്ഞതുണ്ട്. അതുപോലെ തന്നെ വേറെയും പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. ത്വാഇറുക്കും ഇൻദല്ലാഹ് എന്നും അവർ പറഞ്ഞു. അപ്പോൾ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് കൂടി നമ്മൾ അവിടെ വിശദീകരിച്ചിരുന്നു. ആ കാര്യം നമ്മളെ ഓർമ്മയിൽ ഉണ്ടാകണം. സൂറത്ത് ഇസ്രായിലെ
അവസാനം ആ ഇസ്രായേൽ ആയത്താണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ. വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി, ഓരോ മനുഷ്യന്റെയും ത്വാഇർ അവന്റെ പിരടിയിൽ നാം ബന്ധിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞു. എന്താണ് ആ പറഞ്ഞത് എന്നതാണ്. അത് ഓരോ മനുഷ്യരുടെയും കർമ്മഫലങ്ങൾ നാളെ പരലോകത്ത് അവന് പ്രയാസകരമായി വരുന്നതായിരിക്കും, അവൻ ഏറ്റവും പ്രയാസപ്പെടുന്ന സംഗതി. അപ്പം അതിനെ നമ്മൾ സൂക്ഷിക്കണം എന്നതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി ആ ചരിത്രം ആവർത്തിക്കാം. ചരിത്രത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ അല്ലാഹു തആല തുടർന്ന് പറയണം. അപ്പൊ 3 പ്രവാചകന്മാർ വന്നു. ആ 3 പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞതും ജനങ്ങൾ പ്രതികരിച്ചതുമാണ് മേലെ ആയത്തിൽ പറഞ്ഞത്. നിങ്ങൾ ബൽ അൻതും ഖൗമുൻ മുസ്രിഫൂൻ എന്ന് പറഞ്ഞു. എന്താണ് ഈ മുസ്രിഫൂൻ എന്ന് പറഞ്ഞത്? ഖൗമുൻ മുസ്രിഫൂൻ എന്ന് പറഞ്ഞത് എന്താണ്? ഖൗമുൻ മുസ്രിഫൂൻ എന്ന് പറഞ്ഞാൽ അല്ലദീന അസ്റഫു ഫിൽ മആസി, അതാണ് കുറ്റങ്ങളിലാണ് അവർ അതിന് കവിഞ്ഞു. അതാണ് ഖൗമുൻ മുസ്രിഫു എന്ന് പറഞ്ഞാൽ. അതല്ലാതെ മറ്റേ സാമ്പത്തികമായ ദൂർത്തി എന്ന അർത്ഥത്തിലല്ല. അവിടെ ഇസ്രാഫ് എന്തിനായിരുന്നു? തെറ്റുകുറ്റങ്ങൾ, അവർ ചെയ്ത തിന്മകളാണ്. ആ തിന്മകൾ വല്ലാതെ പരിധി വിട്ട് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ബല്ലത്ത് ഖൗമുൻ മുസ്രിഫുൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സമയത്ത് ഇനി മറ്റൊരു സംഭവം അവിടെ നടക്കുകയാണ്. ഈ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ ആ പ്രവാചകന്മാരിൽ വിശ്വസിച്ച് സപ്പോർട്ട് പറഞ്ഞ് വന്നവരെയും ഇവർ കൊലപ്പെടുത്തുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പായിട്ട് അല്ലാഹു തആല ആ ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അതാണ് 20-21 ആയത്ത്. അപ്പൊ എല്ലാവരും ഖുർആനിലേക്ക് നോക്കിയിരിക്കാം. ആയത്ത്. അപ്പൊ ആദ്യം നമ്മൾ അതിൻ്റെ തജ്വീദിയായ നിയമങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് ആയത്ത് കൃത്യമായി ഓതേണ്ടത് എന്ന് മനസ്സിലാക്കണം. യാസീൻ ഏറെക്കുറെ എല്ലാവർക്കും മനഃപ്പാടമുള്ള സൂറത്താണ്. എന്നാലും നമ്മൾ പഠിച്ചത് ഒരു പക്ഷേ കാണാതെ പഠിച്ചത് ശരിയാവണമെന്നില്ല. അതിൻ്റെ ഖിറാഅത്ത്, അതിൻ്റെ തജ്വീദ് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ആയത്ത് കേൾപ്പിക്കുക, കൂടെ ഓതുക എല്ലാവരും. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وجاء من أقصى المدينة വജാഅ മിൻ അക്സൽ മദീന. അവിടെ ജാ എന്നുള്ള മദ്ദാണ്, നീട്ടണം. മദ് നീട്ടിയിട്ട് തന്നെ ഓതണം. رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون മിൻ അക്സൽ മദീന, മിൻ അക്സൽ മദീന. അപ്പോൾ മീൻ സാക്കിനായ നൂനാണ്, സുക്കൂനുള്ള നൂനാണ്. അപ്പോൾ സുക്കുനായ നൂന് എല്ലാ സ്ഥലത്തും വ്യക്തമാക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ വ്യക്തമാക്കേണ്ടത്, ഇദ്ഹാർ ചെയ്യേണ്ട സ്ഥലമാണ്. കാരണം എന്താണ്? അതിന് ശേഷം വന്നത് ഹംസയാണ്, അലിഫിൻ്റെ മേലെ കാണാം. അപ്പം ഹംസ വന്നു കഴിഞ്ഞാൽ ഹംസ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. 6 അക്ഷരങ്ങൾ സാക്കിനായ നൂന് വ്യക്തമാക്കാനുള്ളതാണ്. ഏറെയും വ്യക്തമാക്കാൻ പാടില്ലാത്ത, ഇഖ്ഫാ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇദ്ഹാറാണ്. അപ്പം വജാഅ മിൻ അഖ്സൽ, മിൻ അഖ്സ, അവ നൂന് വ്യക്തമാക്കുക. ഏറ്റവും കൂടുതൽ നൂന് വ്യക്തമാക്കാതെ ഉന്നത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണം? ഇദ്ഹാർ ചെയ്യണം. റജുലുൻ യസ്അ, അവിടെ റജുലുൻ തൻവീനാണ്. അപ്പോൾ സാക്കിനായ നൂനിനെയും തൻവീനിനെയും ബാധിക്കുന്നത് ഒരേ നിയമങ്ങളാണ്, അറിയല്ലോ.
അപ്പോൾ അവിടെ തൻവീനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാമാണ്. തൻവീനിനെ യായിലേക്ക് ചേർക്കണം, എന്നിട്ട് ഗുന്നത്ത് കൊടുക്കണം. അതാണ് ഇദ്ഗാമും ബിഗുന്ന. അപ്പോൾ റജുലുൻ യസ്അ, റജുലുൻ എന്ന് പറയരുത്. റജുലുൻ എന്ന ആ തൻവീനിൻ്റെ ഒരു ഉണ്ടാവുമല്ലോ ഉച്ചാരണത്തിൽ വരുന്നത്, അത് അവിടെ വരാൻ പാടില്ല. റജുലുൻ യസ്അ, അത് ആ ലു പറഞ്ഞാൽ മതി. പിന്നെ ഒന്നും കൂടി ബാക്കിയാണ്, അതിനെ യായിലേക്കാണ് ചേർക്കുക, എന്നിട്ട് അവിടെ ഉന്നത്ത് കൊടുക്കുക. قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين കൗമിത്തബിഉ, അവിടെ ആ അലിഫ് സൈലന്റ് ആണ്, വസ്സിലാണ്. അതേസമയത്ത് രണ്ടാമത്തെ ഇത്തബിഉ എന്നുള്ളിടത്ത് ഉച്ചരിക്കും വേണം, അത് ഖത്അാണ്. അത് ഉച്ചരിക്കാൻ പാടുള്ളതും ഉച്ചരിക്കാൻ പാടില്ലാത്തതുമായ അലിഫുകളുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഉച്ചരിക്കണ്ട. രണ്ടാമത്തേത് ഉച്ചരിക്കണം. اتبعوا من لا يسألكم أجرا وهم مهتدون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم ഇത്തബിഉ, പിന്നെ അല്ല അല്ല അതിന് മുമ്പില്ലേ ഇത്തബിഉ മല്ല മല്ല. അവിടെ സാക്കിന നൂന് ശേഷം ലാമാണ്. അപ്പം നൂനിനെ ലാമിലേക്ക് ഇദ്ഗാമ് ചെയ്യണം, പക്ഷെ ബിലാഗുന്നയാണ്, ഉന്നത്ത് പാടില്ല. കാരണം എന്താ, ലാമാണ്. ലാമ് റോ രണ്ടക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാമ് ചെയ്യണം, പക്ഷെ ഉന്നത്ത് പാടില്ല, മണിക്കാൻ പാടില്ല. സാക്കിന നൂനെ ലാമിലേക്ക് ചേർക്കുക. അപ്പം എങ്ങനെ പറയാം, മല്ല. മൻ എന്ന് പറയരുത്, മൻ ല എന്നല്ല, മല്ല. എന്താണ് മല്ല? ആ നൂനിനെ ലാമിലെ കണ്ട് ലയിപ്പിക്കുക, ഇദ്ഗാം ചെയ്യുക, പക്ഷെ ഉന്നത്ത് വേണ്ട. അജിറം വഹും, അതാണ് പിന്നെ വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അജിറൻ എന്ന തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്ത് വേണം. യാ വാവ് ഇദ്ഗാമും ഉന്നയുടെ അക്ഷരങ്ങളാണല്ലോ. അപ്പം അജിറം വഹും, വഹും മുഹത്തദുൻ, ആ ഹും എന്ന മീമും മുഹത്തദ് എന്നുള്ള മീമും കൂടി ഒന്നാക്കണം, ലയിപ്പിക്കണം, എന്നിട്ട് അവിടെ ഉന്നത്ത് ചെയ്യും വേണം. അപ്പോൾ ആ രണ്ട് സ്ഥലം കൂടി ശ്രദ്ധിക്കാം. ഇനി ഖിറാഅത്തുകൾ നമുക്കറിയാം. പ്രധാനമായും എത്ര വിധം? 4 വിധം. ഏതൊക്കെയാണ്? തർത്തീൽ, തദ്വീർ, തഹ്ഖീഖ്, ഹദർ. ഈ 4 തരം ഖിറാഅത്തുകളാണ്. അപ്പം ഈ 4 തരം ഖിറാഅത്തുകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. തർത്തീൽ എന്ന് പറഞ്ഞാൽ വറത്തിലിൽ ഖുർആന തർത്തീൽ, വളരെ സാവകാശം ഓരോ അക്ഷരങ്ങളുടെ മഖ്റജുകൾ മനസ്സിലാക്കുന്ന രൂപത്തിൽ. ഏകദേശം തഹ്ഖീഖും അങ്ങനെ തന്നെ, പക്ഷെ അത്ര ഒരു സാവകാശാവില്ലെന്ന് മാത്രം. ഹദറാണ് ഇമാമുമാർ ഓതേണ്ട ഓത്ത്. ഏതാണ്? ഹദറാണ്. അതായത് അതല്പം സ്പീഡിൽ ഓതുക, എന്നാൽ അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ സാമീയങ്ങൾക്ക്, കേൾവിക്കാർക്ക് ആശയം മനസ്സിലാകുന്ന രൂപത്തിലുള്ള സ്പീഡിലുള്ള ഓത്ത് ഇമാമുമാർ ഓതേണ്ട ഓത്ത്. നമ്മൾ ജമാഅത്ത് നിസ്കാരങ്ങൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ സുദീർഘമായി നമുക്ക് ഓരോരുത്തർക്കും നിന്ന് അവനവൻ്റെ
ആരോഗ്യത്തിനനുസരിച്ച് സുദീർഘമായി പാരായണം ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം രാത്രി നിസ്കാരം. പക്ഷേ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് പള്ളിയിൽ തറാവീഹ് ആണെങ്കിൽ പോലും രോഗികളും പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ടാവും. തറാവീഹ് ജമാഅത്തിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി വരുന്നവരാണ്. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരെ പ്രയാസപ്പെടുന്ന രൂപത്തിൽ വളരെ സുദീർഘമായിട്ട് ഓതാൻ പാടില്ല, എന്നാൽ പറ്റേ കുറക്കാനും പാടില്ല. അപ്പോൾ അത് പ്രയാസത്തിൻ്റെ അവസ്ഥക്ക് മഅ്മൂമീങ്ങളുടെ അവസ്ഥക്കനുസരിച്ച്. എന്നാൽ ചിലപ്പം ഖിയാമുല്ലയിൽ ആളും ചെരുപ്പുണ്ടാവും. ഖിയാമുല്ലയിൽ എന്ന് പറഞ്ഞാൽ സാധാരണ തഹജ്ജുദായിട്ട് രാത്രി ഉറങ്ങി എഴുന്നേറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിൽ പിന്നെ അതിനായിട്ട് ആളുകൾ ഒരുങ്ങി വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്പം സുദീർഘമായിട്ട് നിസ്കരിക്കാൻ പറ്റും. അതല്ലാതെ ഇഷയ്ക്ക് ശേഷമുള്ള തറാവികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആളുകളെ വല്ലാതെ നിർത്തി പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത് ഇമാമുമാർ ഓതേണ്ടത് ഹദിറാണ്. ഈ ഹദിറിനും തർത്തീലിനും ഇടയിലുള്ള ഓത്താണ് എന്ത്, തദ്ബീർ. നമുക്ക് ആ 4 ഖിറാഅത്തുകളുടെ രൂപങ്ങളൊന്ന് കേൾക്കാം, എന്നിട്ട് അർത്ഥത്തിലേക്ക് വരാം. കൂടെ ഓതെല്ലാവരും. اتبعوا من لا يسألكم أجرا وهم مهتدون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون. وجاء من أقصى ഈ ഖിറാഅത്താണ് തർത്തീൽ. നമ്മളെ ഓരോ അക്ഷരങ്ങളുടെയും മഖ്റജ് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള സാവകാശമുള്ള ഖിറാഅത്ത്. അപ്പം ഇതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റ് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ റമദാനിൽ ഖുർആൻ പഠിക്കുന്ന റമദാനിലെ ആദ്യത്തെ ക്ലാസ് അല്ലേ, ഇനി ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ് കൂടി റമദാനിൽ നമുക്കുണ്ടാകും. അപ്പം റമദാനിൽ ഖുർആൻ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ. നമ്മൾ റമദാനിനോട് നീതി പുലർത്തുന്ന, റമദാനിനോടും കൂറ് പുലർത്തുന്ന, അതിന് അവസരം കിട്ടിയ ആളുകൾ എന്ന നിലക്ക് വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ ഖുർആൻ പഠനത്തിൽ പങ്കെടുക്കേണ്ടത്. കാരണം എന്താ, അഹ്ലുൽ ഖുർആനാണ് അഹ്ലു റമദാൻ. റമദാനിൻ്റെ അഹ്ലുകാരെന്ന് പറയുന്നത് ഖുർആനിൻ്റെ അഹ്ലുകാരാണ്. ഖുർആനിൽ ഷഹ്റു ഷവ്വാൽ എന്നോ ഷഹ്റു ഷഅബാൻ എന്നോ ഷഹ്റു റബീഉൽ അവ്വൽ എന്നോ ഒന്നും ഖുർആനിൽ ഇല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ ഖുർആനിൽ വന്നത് ഷഹ്റു റമദാൻ എന്നാണ്. ഷഹ്റു ഷവ്വാൽ, ഷഹ്റു ഷഅബാൻ, ഷഅബാൻ മാസം, ഷവ്വാൽ മാസം, റബീഉൽ അവ്വൽ മാസം ഒന്നുമില്ല. ഖുർആനിൽ ആ 12 മാസങ്ങളിൽ വന്ന മാസം എന്ന് പറഞ്ഞ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹി. എന്താണ് ഷഹ്റു റമദാൻ? അല്ലദീ, അതാണ് അല്ലദീ എന്ന് പറഞ്ഞാൽ അസ്മാഉൽ മൗസൂലയാണ്. എന്താണ് ഷഹ്റു റമദാൻ? ഉൻസില ഫീഹി. ഖുർആനാണ് റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഖുർആനിനോട് നീതി കാണിക്കാത്തവർക്ക് ഒരിക്കലും റമദാനിനോട് നീതി കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഖുർആനിൻ്റെ അഹ്ലുകാരാണ് റമദാനിൻ്റെ ശരിക്കുള്ള അഹ്ലുകാർ. അപ്പോൾ ഖുർആൻ വ്യവസ്ഥാപിതമായി അതിനെ അങ്ങനെ ഓരോ പദങ്ങളും അതിൻ്റെ ഖിറാഅത്തും അതിൻ്റെ തജ്വീദും ഒക്കെ മനസ്സിലാക്കി, വാക്കർത്ഥങ്ങൾ മനസ്സിലാക്കി, ആശയം മനസ്സിലാക്കി, അത് എഴുതിയെടുത്ത് സാവകാശം അത് തദബ്ബുർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അവസരം കിട്ടി എന്നത് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. മറ്റൊരു കാര്യം, നമ്മൾ 3 രൂപത്തിൽ ശ്രദ്ധിക്കണം. 3 രൂപത്തിൽ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത് ഖുർആൻ പഠിക്കുന്ന ആൾക്കാരോട് മാത്രം പറയാനുള്ളതാണ്. ഖുർആൻ പഠിക്കുന്ന ആളുകളോട് മാത്രം പറയാനുള്ളതാണ്. ഖുർആൻ ഇപ്പോൾ നമ്മൾ അഹ്ല റമദാൻ എന്നുള്ള പരിപാടി നടത്തി, അതിലിപ്പോൾ അവിടെ ജയ്ത്തൂണിൽ ഇരിക്കാൻ സീറ്റില്ല, അത്ര ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി
വ്യവസ്ഥാപിതമായി എല്ലാ ആഴ്ചകളിലും വരുന്നവരുണ്ട്, ഇങ്ങനത്തെ പരിപാടിക്ക് മാത്രമായിട്ട് വരുന്നവരുണ്ട്. അപ്പം ഖുർആൻ പഠിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആൻ പഠിക്കുന്ന ആൾക്കാരോട് പറയേണ്ടതാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, തിലാവത്തുൽ ഖുർആനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റമദാനിൽ പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കണം. റമദാനിൽ പ്രത്യേകിച്ച് തിലാവത്തുൽ ഖുർആൻ. തിലാവത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ പാരായണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, പിന്നെ സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ ഒരു മാസം കൊണ്ട് ഓതി തീർക്കുന്നതാണ് ഖത്മ്. അപ്പോൾ ഒരു ഖത്മോ 2 ഖത്മോ എത്രയെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുക. ഖുർആന്റെ ഖിറാഅത്ത്, അതിൻ്റെ തിലാവത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ തഫ്സീർ പാരായണം ചെയ്യുക, വായിക്കുക. നമുക്ക് ലഭ്യമായ ഇവിടെ സംബന്ധിച്ചിടത്തോളം മലയാളം എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷകൾ ഉണ്ടാകും, പിന്നെ മലയാള പരിഭാഷകളുണ്ട്, ഒക്കെ ഉണ്ട്. അത് ഒന്ന് നമ്മൾ ഫാത്തിഹ മുതൽ വായിച്ച് തുടങ്ങാം. വായിച്ചിട്ട് ഇങ്ങനെ ഫാത്തിഹ മുതൽ വായിച്ച് സൂറത്ത് നാസ് വരെ ഒന്ന് അടയാളം വെച്ചിട്ട് വായിക്കാം. അങ്ങനെ തഫ്സീർ വായിക്കാം. രണ്ടാമത്തെ കാര്യം തഫ്സീർ വായന. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം തദബ്ബുർ തന്നെയാണ്. ഖുർആനെ തദബ്ബുർ ചെയ്യാൻ സമയം കണ്ടെത്താം. 3 കാര്യങ്ങൾക്ക് നമ്മൾ റമദാനിലും റമദാൻ അല്ലാത്ത കാലത്തും സമയം കണ്ടെത്തണം. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ? ചില ആൾക്കാർ ഖുർആൻ ഓത മാത്രമേ ചെയ്യുള്ളൂ. ഖുർആൻ അങ്ങനെ ഓതും, ഒരു ഖത്തം 2 ഖത്തമൊക്കെ തീർക്കും. നല്ല തന്നെയാണ്, കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്, തെറ്റെന്നല്ല പറഞ്ഞത്. പക്ഷെ അത് മാത്രം പോരാ. മറിച്ച് നമ്മൾ തഫ്സീർ കൂടി വായിക്കുമ്പോൾ നമുക്കതിൻ്റെ ആശയം കൂടി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഫഹ്മുൽ ഖുർആൻ, തഫ്സീറുൽ ഖുർആൻ, തദബ്ബുറുൽ ഖുർആൻ, ഇങ്ങനെയാണ് പണ്ഡിതന്മാർ ഈ ഖുർആനുമായി ഖുർആനിൻ്റെ ഇൽമിനെ 3 ഭാഗമാക്കി ഭാഗിച്ചപ്പോൾ പണ്ഡിതന്മാർ ഒന്ന് ഫഹ്മുൽ ഖുർആനാണ്, ഖുർആനെക്കുറിച്ചുള്ള ഒരു പൊതുവായ ധാരണയാണ്. 2 തഫ്സീറുൽ ഖുർആനാണ്, ഖുർആൻ ആയത്തുകളുടെ ആശയത്തെക്കുറിച്ചുള്ള ധാരണയാണ്. 3 തദബ്ബുർ ഖുർആനാണ്. ശരിക്കും ജീവിതത്തിൽ പിന്നെ ഒരു ദിവസം അല്പമെങ്കിലും ഖുർആനിലെ ആയത്തുകളെപ്പറ്റി ആലോചിക്കലാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ, ചിന്തിക്കലാണ്. അപ്പം ചിന്ത എപ്പോഴാണ് വരിക? ഒരു മനുഷ്യൻ്റെ ചിന്ത എപ്പോഴാണ് വരിക? ഒരു കാര്യം മനസ്സിൽ തട്ടുമ്പോഴാണ് എന്ത് വരിക? അല്ലേ? ചിന്ത വരിക. നമ്മൾ കൂടുതലും ചിന്തിക്കാറുള്ളത് എന്തിനെ സംബന്ധിച്ചാ? ദുനിയാവിനെ പറ്റി, അല്ലേ? ദുനിയാവിൽ തന്നെ ദുനിയാവിൻ്റെ ഏത് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക? ദുനിയാവിൻ്റെ ഏത് വിഷയമാണോ നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്ത്. ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യയിൽ, വളരെ പ്രയാസകരമായ അവസ്ഥയിലാണ്. അള്ളാഹു നാടിന് സമാധാനം കൊടുക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ പല കുടുംബങ്ങളും അവിടെ ഉണ്ട്, നമ്മുടെ പലരുടെയും മക്കൾ ആ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പല വരുമാന സ്രോതസ്സും അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ നാട് കത്തിയാൽ, ആ നാട് യുദ്ധത്തിൻ്റെ കെടുതിയിൽ അമർന്നു പോയാൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും. ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടും. ഒരുപാട് കുട്ടികളും സ്ത്രീകളും വൃദ്ധന്മാരും കൊല്ലപ്പെടും. യുദ്ധം ഒരിക്കലും സമാധാനം നൽകുന്ന കാര്യമല്ല. അള്ളാഹു എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം, സമാധാനത്തിൻ്റെ തീരുമാനത്തിലേക്ക് എത്താൻ അള്ളാഹു രാജ്യത്തിനും രാജ്യത്തെ നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കൊക്കെ അള്ളാഹു നല്ല മനസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ഇപ്പം ഒരു രാവും പകലൊക്കെ ആയിട്ട്, പിന്നെ ഇന്നലെ മിനിയാന്നെ മുതൽ ഇങ്ങനെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിന്ത അതിലേക്ക് പോവുകയാണ്, അല്ലേ? ഓരോ സമയത്തും അങ്ങനെയാണ്. നമ്മളെ മനസ്സിനെ എന്താണോ മനസ്സിനെ ബാധിക്കുന്നത് അവിടെയാണ് എന്ത് ചെയ്യുക? ചിന്ത ഉണരുക. അപ്പോൾ ഖുർആൻ പഠിതാക്കൾ പാരായണം ചെയ്യുക, അതിന് പുറമെ തഫ്സീറുകൾ വായിക്കുക, അതിന് പുറമെ നമ്മളിപ്പോൾ ഈ ഇപ്പം നമ്മൾ 20 ആയത്ത് പൂർത്തിയാക്കി, 19 ആയത്ത് പൂർത്തിയാക്കി. ഈ 19 ആയത്തുകൾ നമ്മൾ പഠിച്ചത് എത്ര വർഷം എടുത്തിട്ടാണ്? 6 വർഷം എടുത്തിട്ടാണ് പഠിച്ചത്. ഈ 6 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് ആയത്തുകൾ, അതേപോലെ തന്നെ ഒട്ടനവധി ഹദീസുകൾ, ഒട്ടനവധി പ്രാർത്ഥനകൾ നമ്മൾ നോട്ട് ബുക്കിലുണ്ടാവും, അല്ലേ? നമ്പറുകളെങ്കിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് മുഴുവൻ നമ്മൾ പഠിച്ചതിനെപ്പറ്റി ചിന്തിക്കാൻ റമദാനിൽ അവസരം ഉപയോഗപ്പെടുത്തുക. ടൈം മാറ്റിച്ചാൽ മതി. നിങ്ങൾ പാരായണം ചെയ്യാനൊരു സമയം, ഉദാഹരണത്തിന് സുബീൻ്റെ മുമ്പ് അത്തായം കഴിഞ്ഞാൽ 50 ആയത്ത് ഓതണം എന്നാണല്ലോ. ആ സമയം കുറച്ച് കൂടുതൽ ഊതിയാൽ മതി. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു 8, 9, 10 മണി വരെ ഉറങ്ങരുത്.
ഉറക്കം സുന്നത്തായ ഉറക്കപ്പോഴാണ്. കൈലൂല എപ്പോഴാണ്? ളുഹറിന്റെ മുമ്പുള്ള സമയം, ഒരല്പസമയമാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങിയ സുന്നത്ത് കിട്ടും. മറ്റേതൊരു സുഖമില്ലാത്ത ഉറക്കാം, ഈ സുബി കഴിഞ്ഞുള്ള ഉറക്കം. അങ്ങനെ ഉറങ്ങണ്ട, സുന്നത്തായ ഉറക്കമുണ്ട്, ആ ഉറക്കമാണ്. അപ്പൊ അതിന് ഇടയിൽ കുറച്ച് സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തഫ്സീറുകൾ വായിക്കാനൊക്കെ കിട്ടും. പിന്നെ നമുക്ക് ഏതൊക്കെ സമയത്ത് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്നു ആ സമയത്തൊക്കെ ഈ പഠിച്ച ആയത്തുകളെ കുറിച്ച് നമുക്ക് ആലോചന വരണം, ചിന്ത വരണം. അതാണ് തദബ്ബുർ എന്ന് പറഞ്ഞാൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു കാര്യം മനസ്സ് തട്ടുമ്പോൾ എന്ത് വരിക? ചിന്ത വരിക. ഇപ്പൊ നമുക്കറിയാം, സ്വഹാബികൾ ഇങ്ങനെ ഇരുന്ന് കരയും, സ്വഹാബികൾ ഇങ്ങനെ ഇരുന്ന് കരയും. അപ്പൊ അള്ളാഹ് റസൂലിനോട് പറയാണ്, വൈദാ സമയവും മാ ഉൻസില ഇല റസൂൽ, റസൂലിന് ഇറക്കപ്പെട്ടത് അവരെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അവരുടെ ഖുർആൻ കേൾവി സമ്മ എന്ന് പറഞ്ഞാൽ ഇസ്തിമായാണ്. നമ്മളെ സമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷ അല്ല. നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ സമ്മ പോലെ ഇസ്തിമാവ് വേണം. അതാണ് ഫസ്തമിഉ വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ എന്നൊക്കെ പറഞ്ഞത്. ഇസ്തിമായി ചെയ്യണം, നമുക്ക് സമ്മ മാത്രം. അപ്പൊ അവർ ഖുർആൻ കേട്ടാൽ എന്താ ഉണ്ടാകുക? നബിയോട് പറയാ, തറാ അഅ്യുനഹും, കണ്ണുക്ക് നോക്കി നബിയെ. അവർ ഖുർആൻ കേൾക്കുമ്പോൾ അവർ ചിന്തിക്കാൻ, ഖുർആനെ പറ്റി അവർ ചിന്തിക്കാൻ. അപ്പം അവരെ കണ്ണിലേക്ക് നോക്കിയാൽ നബിയെ താങ്കൾക്ക് കാണാം, തഫീദു മിനദ്ദംഇ, കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നത് കാണാം. നബിനോട് പറയാൻ, സഹാബികൾ ഖുർആൻ ഇസ്തിമായി ചെയ്യുമ്പോൾ അവരെ കണ്ണിലേക്ക് നോക്കിയാൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നത് കാണാം. എന്താ കാരണം? മിമ്മ അറഫു മിനൽ ഹഖ്, അവർക്ക് ആ സത്യം ബോധ്യപ്പെട്ടതിനാൽ. ആ ബോധ്യപ്പെടലാണ്. അപ്പൊ ബോധ്യപ്പെടുമ്പോഴാണ് തദബ്ബുറിന്റെ ചിന്ത ഉണ്ടാകുക. അപ്പോഴാ ഹൃദയം തുറക്കുക. അതാണ് അഫലാ യതദബ്ബറൂന ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാൽ. നിങ്ങൾ എന്താ തദബ്ബുർ ചെയ്യുന്നില്ലേ? ഹൃദയം പൂട്ടിയതാണ് ചോദിക്കുന്നത്. അപ്പോഴേ തുറക്കുള്ളൂ. അപ്പോൾ മിമ്മ അറഫു മിനൽ ഹഖ്. എന്നിട്ട് ആ ചിന്തയിൽ നിന്ന് തദബ്ബുർ എന്തിനാ? ആ ചിന്തയിൽ നിന്ന് നമുക്കൊരു ഉൽപ്പന്നം കിട്ടും. അതെന്താണ്? ആ കണ്ണുനീരോടുകൂടി വരുന്നത് നമ്മളെ പാപങ്ങൾ കഴുകിക്കളയലും അതോടൊപ്പം നമുക്ക് ഖുശൂ വർദ്ധിക്കലുമാണ്. യബ്കൂന വയസീദുഹും ഖുശൂഅൻ, അവർ കരയും, കണ്ണുനീര് വരും. യബ്കൂൻ, അവർ കരയും. അപ്പൊ അവർക്ക് വർദ്ധിക്കണത് എന്താണ്? ഖുശൂ ആണ് അവർക്ക് വർദ്ധിക്കണത്. സൂറത്ത് അറാഫ്, സൂറത്ത് ഇസ്രാ, സൂറത്ത് നിസായിലെ ഈ ആയത്തിൽ അള്ളാഹ് പറയുന്നത്, അവര് കണ്ണുനീരിങ്ങനെ ഒലിച്ച് എന്നിട്ട് യഖൂലുൻ, അവർ പറയും റബ്ബന ആമന്ന. അത് ആ തദബ്ബുറിൽ നിന്ന് വരുന്നതാണ്. റബ്ബന ആമന്ന, പടച്ചോനെ ഇതിൽ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഫക്തുബിനാ മഅശ്ശാഹിദീൻ, സത്യസാക്ഷികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ രേഖപ്പെടുത്ത്. എന്താ സത്യസാക്ഷ്യം? ഷഹാദത്ത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. എവിടെ വെച്ച് എങ്ങനെ ഞങ്ങൾ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് നീ രേഖപ്പെടുത്ത പഠിച്ചവനെ. ഫക്തുബിനാ മഅശ്ശാഹിദീൻ വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹ്. അല്ലാഹുവേ, നിന്നിൽ വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? ആ വാക്കിന്റെ ഘടന നോക്കി നിങ്ങൾ. ആ വാക്കിന്റെ ഘടന അതൊരു ചിന്തയിൽ നിന്നല്ല വരിക, അല്ലെ? നമ്മൾ പറയും, എനിക്കെങ്ങനെ അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റും, എനിക്കെങ്ങനെ അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റും, എനിക്കെങ്ങനെ അത് ചെയ്യാതിരിക്കാൻ പറ്റും എന്നൊക്കെ ശൈലിയിൽ നമ്മൾ പറയൽ എപ്പോഴാ പറയാ? ഒരു കാര്യം തട്ടുമ്പോഴല്ലേ, അല്ലേ? ബോധ്യപ്പെടുമ്പോഴല്ലേ? വമാ ലനാ ലാ നുഅ്മിനു ബില്ലാഹ്. അതൊരു ചിന്തയിൽ നിന്നുണ്ടാവുന്ന വാക്കാ, ഒരു ചിന്തയിൽ നിന്ന് വരുന്ന വാക്കാ. ഞങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? വമാ ജാഅനാ മിനൽ ഹഖ്, ഞങ്ങൾക്ക് വന്ന ഈ സത്യത്തിൽ ഞങ്ങൾക്ക് എങ്ങനെ, ഈ ഖുർആനിൽ എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും എന്നൊക്കെ ഒരാൾ പറയണമെങ്കിൽ എന്ത് വേണം? ഒരു ബോധ്യപ്പെടൽ വേണ്ടേ? ഒരു ബോധ്യപ്പെടൽ വേണ്ടേ? ആ ബോധ്യപ്പെടലും ചിന്ത എന്നല്ല പറയാം. ഞങ്ങൾ റബ്ബ് ഞങ്ങളെ നല്ല ആളുകളുടെ കൂട്ടത്തിൽ പ്രവേശിപ്പിക്കണമെന്നും ഞങ്ങൾക്ക് എങ്ങനെ ആഗ്രഹിക്കാതിരിക്കാൻ പറ്റും? എന്നിട്ട് അള്ളാഹു തആല എന്താ പറഞ്ഞറിയങ്ങള്? ആ പ്രാർത്ഥന കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. എങ്ങനെ? കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട രണ്ട് പ്രാർത്ഥന ഖുർആനിൽ നല്ലൊരു പ്രാർത്ഥന ഇത്.
എന്നിട്ട് ഇതിന് ശേഷം അള്ളാഹ് പറയാം അവരത് പ്രാർത്ഥിച്ചതിനാൽ അവർക്ക് സ്വർഗം കൊടുത്തു. എങ്ങനെ? അടിഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗം അവർക്ക് പ്രതിഫലമായി കൊടുത്തത് അവരത് പ്രാർത്ഥിച്ചതിനാൽ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രാർത്ഥിക്കാതെ കിട്ടൂല. അപ്പൊ തദബ്ബുർ ചെയ്യാൻ സമയം കണ്ടെത്തണം. അപ്പൊ തദബ്ബുർ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. കരഞ്ഞുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല. സുബ്ഹാന റബ്ബിന, ഞങ്ങൾ റബ്ബത്ര പരിശുദ്ധനാണ്, അതിൽ ബോധ്യപ്പെടല. ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല, ഞങ്ങൾ റബ്ബിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിൽ വരിക തന്നെ ചെയ്യും. എതിർ അള്ളാഹ് പറയാണ്. അതിന് ശേഷം അള്ളാഹ് പറഞ്ഞത് അവർ കരയും, സുജൂദിൽ നാട്ടുകുത്തി വീഴും, എന്നിട്ട് അവരെ ഖുശൂ വർദ്ധിക്കും എന്നൊക്കെ അള്ളാഹ് പറഞ്ഞു. അപ്പോൾ തദബ്ബുർ ചെയ്യാൻ ഒരല്പസമയം നമ്മൾ കണ്ടെത്തും. ഈ 3 കാര്യം നമ്മളെ മനസ്സിൽ വേണം. എത്രയോ ആയത്തുകൾ ഇപ്പം നമുക്ക് ഒരല്പം ഒറ്റയ്ക്ക് ചില ഈ രണ്ടാമത്തെ പ്രശ്നം എന്താ അറിയുന്നത്? നമ്മൾ അനാവശ്യമായ ചിന്തകൾ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. വെറുതെ ടെൻഷൻ അടിച്ചിരിക്കണോണ്ടാണ് എന്ത് ചെയ്യുക അറിയുന്നത്? ഈ ഇങ്ങനത്തെ ചിന്ത ഒന്നും നമുക്ക് വരാത്തതും സമയമില്ലാത്തതും. ഇപ്പൊ ഈ ആശുപത്രിയിൽ ചെന്നാൽ അധികം അത് കൂടുതൽ രോഗത്തിന്റെ കാര്യം ടെൻഷനാണ് ഡോക്ടർമാർ പറയാം. ഇപ്പൊ ഈ അലോപ്പതിക്കാര് നമ്മൾ ഡോക്ടർമാർ ഈ ടെൻഷനായിട്ട് ചെന്നാൽ ഓരെന്താ തരിക? ഗുളിക തരും അല്ലേ? ആ ഗുളിക കുടിച്ച് എന്താ ഉണ്ടാകുക? ഉറങ്ങും. ഉറങ്ങിയാൽ പിന്നെ ചിന്തയൊന്നുമില്ലല്ലോ. ഇംഗ്ലീഷ് മരുന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടെൻഷനായിട്ട് ചെന്നാൽ ഒരു ഗുളിക കുടിച്ചാൽ നമ്മളെ നാഡി നരമ്പുകളൊക്കെ തളർന്ന് നമ്മൾ ഉറങ്ങിയാൽ പിന്നെ എന്തില്ല? ആലോചനയും കാര്യമൊന്നുമില്ല. അപ്പൊ ആ ചിന്തന തന്നെ ഒരു ഇല്ലാതാക്കി. ഹോമിയോക്കാരെന്താ തരിക നിങ്ങള്? എന്താ തരിക? ഈ ഹോമിയോന്റെ എൻ്റെ ഒരു പരിചയത്തിൽ ഒരാളുണ്ട്. അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ ഹോമിയോന്റെ ഗുളിക നിങ്ങൾ കണ്ടണല്ലോ. ഈ മറ്റേ കടുക് മരത്തൊരു ഗുളിക, പിന്നെ ഇത് എല്ലാ രോഗത്തിനും ഒരു ഗുളികയാണല്ലോ. അതിൽ ഉറ്റിക്കുന്ന ലിക്വിഡ് ഉണ്ട്, അതാണ് വ്യത്യാസം. ഈ സാധനം നമ്മൾ ഒരു ബോട്ടിൽ മാറ്റൊരു സാധനമാണ്, അത് ഉണ്ടാവും. അതിൽ ഉറ്റിക്കലാണ്. ഇപ്പൊ തലവേദനക്ക് ഒന്ന്, പിന്നെ ഈ മറ്റേ പനിക്ക് വേറൊന്ന്, പിന്നെ വയറ്റിന് പോകുന്നുണ്ട് അതിനൊന്ന്, ഓരോന്നിനും ഗുളികെല്ലാം ഒന്ന് തന്നെയാണ്. അത് ഇറ്റിക്കണം മരുന്നാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു ഈ ടെൻഷൻ്റെ ആൾക്കാർ ഇടക്കിടക്ക് വരും. അയാൾ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലാണ്. അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ എന്താ കൊടുക്കുക അറിയാം? ആ മറ്റേ ഗുളിക ഉണ്ടല്ലോ, ഒന്നും പാരാത്ത ഗുളിക, മരുന്ന് പാരാത്ത ഗുളിക, അതെന്താക്കും? ബോട്ടിലാക്കി കൊടുക്കും. അതിട്ട് പോയ ഒരു വലിയ സമാധാനമാണ്. ഓരോ ടെൻഷനൊക്കെ പോകും. അതിൽ മരുന്ന് സാധനമൊന്നുമില്ല, വെറുതെ പേരിന് അത് എടുത്ത് കൊടുക്കും. ആ മരുന്ന് വരാത്ത സാധനം കൊടുക്കും, അതോട് തീർന്നതാണ്. ഇത് മനുഷ്യന്റെ ഒരു പൊതുവേ ഒരു അവസ്ഥയാണ്. നമ്മളിങ്ങനെ ആവശ്യമുള്ള ചിന്ത വരാത്തത്, ആവശ്യമില്ലാത്ത ചിന്ത നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. മല്ല യുസീബനില്ലാമാ കതബല്ലാഹു ലനാ, ഈ ആയത്ത് ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു യുദ്ധപ്പേടിയും ഒരാൾക്കുണ്ടാവില്ല. പടച്ചോന് എഴുതി വെച്ച് രേഖപ്പെടുത്തിയതല്ലാത്ത ഒരു മുസീബത്ത് എന്നെ ബാധിക്കാൻ പോകുന്നില്ല എന്ന വിശ്വാസം നമുക്ക് എല്ലാ കാര്യത്തിലും സമാധാനം നൽകുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊക്കെ, ആവശ്യമില്ലാത്ത ചിന്ത മാറ്റിവെച്ച് ആവശ്യമുള്ള ചിന്തയിലേക്ക് നമ്മൾ വരിക. അത് ഖുർആനായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തയാണ്. അതാണ് തദബ്ബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആയത്തിനെ പറ്റി. അൽഹാഖുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ അല്ലെ? ഇമാമുമാരി ഇടക്കിടക്ക് നിസ്കാരത്തിൽ പോകുന്ന ഒരുപാട് ചിന്തിക്കാൻ വകുപ്പുണ്ടല്ലോ. നമ്മളെ ഈ ശരീരം ഖബറിൽ എത്തുന്നത് വരെ അല്ലേ? അതിലാ പറഞ്ഞതിനർത്ഥം. ഇപ്പൊ കോഴിക്കോട് വലിയങ്ങാടിയിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കോഴിക്കോട് വലിയങ്ങാടി മാർക്കറ്റിൽ 4-5 മരിച്ചു. മരിച്ചതിൽ 4 മുസ്ലിമീങ്ങളാണ്, നോമ്പ് നോറ്റ ആൾക്കാരാണ്, ചുമട്ട് തൊഴിലാളികളാണ്. കുടുംബത്തെ പോറ്റാൻ ചുമലിൽ ഭാരം ചുമന്ന് അതിരിക്കണം, നോമ്പ് നോറ്റിട്ടാണ്. വലിയ കിൻഡലുകൾ ചാക്ക് അവിടെ മേലങ്ങാടി മാർക്കറ്റിൽ വരുന്നത് ചുമലിലേറ്റിട്ട് ചുമട്ട് തൊഴിലാളികളാണ്. അവർ നോമ്പ് നോറ്റ് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, അവരുടെ വിശപ്പടക്കാൻ വേണ്ടി, നോമ്പ് തുറക്കാൻ, ഭക്ഷണമായിട്ട് പോകാൻ, അത്താഴം കഴിക്കാൻ ഭക്ഷണമായിട്ട് പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങി പുറപ്പെട്ട് പോന്നാലാ പോലെ. ഓൽക്കൊന്നും നമ്മളമാതിരി സുബീക്കാശം ഉറക്കൊന്നുമില്ല. അവർ പോന്നവരാ. എന്നിട്ട് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതാ.
വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോഴാണ് കെട്ടിടം തകർന്നു വീണ് മരണപ്പെട്ടത്. 4 ആൾ മരിച്ചു. കെട്ടിടം തകർന്നു വീണു. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കോഴിക്കോട് അങ്ങാടി നിന്ന് അവരെടുത്തത് കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് നടന്ന സംഭവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ വീട്ടിൽ നിന്ന് ആ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ പ്രയാസം തീർക്കാൻ വേണ്ടി, വിശപ്പ് മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്ന ആ മനുഷ്യന്മാരെ ചതഞ്ഞരഞ്ഞ മയ്യത്താണ് ആ വീട്ടിൽ കണ്ട് കൊണ്ടേക്ക് ചെല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 തരം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചു. 8 തരം മരണം. അതിൽ 1ാമത്തെ മരണം ഏതാണെന്നറിയാം? ഹദ്മാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മി വമിനൽ തറദ്ദി വമിനൽ ഗറഖി വൽ ഹറഖി വൽ ഹറം വഅഊദു ബിക മിൻ അൻ യതഖബ്ബതനി അശ്ശൈത്വാനു ഇൻദൽ മൗത്ത് വഅഊദു ബിക അൻ അമൂത ഫീ സബീലിക മുദ്ബിറൻ വഅഊദു ബിക അൻ അമൂത ലദീഗൻ. 8 തരം മരണം. അതിൽ ഒന്നാണ് ഹദ്മ്, കെട്ടിടം തകർന്നു മരിക്കുക. 1ാമത്തത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്മ്. കാരണം നമുക്കൊരു സുരക്ഷയാണിത്, അല്ലേ? എത്ര നിർഭയത്വത്തോടു കൂടി നമ്മളിവിടെ ഇരിക്കണത്. ഈ കെട്ടിടം തകർന്നു വീണാൽ നിർഭയത്വത്തോടു കൂടി ഇരിക്കുന്ന ഒരു സ്ഥലം തകരുക. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹദ്ം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ എവിടെ വെച്ച് നമ്മൾ മരണപ്പെടുകയാണെങ്കിലും നമുക്ക് ഈമാൻ കിട്ടി മരിക്കണം, അല്ലേ? ആ ആഗ്രഹം കണ്ണ് നിറഞ്ഞിട്ടില്ലാതെ ചോദിക്കാൻ പറ്റുമോ? ആ ആഗ്രഹം കണ്ണ് നിറഞ്ഞിട്ടില്ലാതെ ചോദിക്കാൻ പറ്റുമോ? അതാണ് നേരത്തെ കേട്ടത്. എന്ത്? ഫക്തു ബിനാ മഅ ഷാഹിദീൻ. ഷഹാദത്ത് കലിമ ചൊല്ലി മരിച്ച ആളുകളെ കൂട്ടത്തിൽ ഞങ്ങളെ പേര് രേഖപ്പെടുത്തി പടച്ചോനേന്ന്. അത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഖുർആൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? കണ്ണീര് വരിക. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് തറാവീഹ് കഴിഞ്ഞ് എൻ്റെ നേരെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ്, എൻ്റെ നേരെ ജ്യേഷ്ഠൻ്റെ ഭാര്യൻ്റെ അനുജത്തിൻ്റെ ഭർത്താവ്, ഒരു 40 വയസ്സിൻ്റെ താഴെ ഉള്ളൂ. അദ്ദേഹം ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന ആളാണ്. തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചപ്പം ചെറിയ LKG പഠിക്കുന്ന കുട്ടിയുണ്ട്, 3 വയസ്സുള്ള. ആ കുട്ടി വാപ്പ വരുന്നത് വരെ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ വാപ്പാനെ കാത്തു നിന്ന് വാപ്പാൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ അവർ ഉറങ്ങാൻ വേണ്ടി വാപ്പ ഞാൻ മോളെ ഉറക്കിത്തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ തോളിലിട്ട് നെഞ്ചത്ത് കിടത്തിയിട്ട് ഇങ്ങനെ അടിച്ച് കുട്ടിനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്നതിന് ഇടയിൽ പെട്ടെന്നൊരു കുര വന്നു. എഴുന്നേറ്റിരുന്ന് കുരച്ചു. അവിടെ കിടന്നാണ് മരിച്ചു. പിന്നെ എല്ലാവരും കൂടി മരിച്ചു എന്ന് ഉറപ്പ് വരുത്താനാണ് എടുത്ത് മയ്യത്താണ് ആശുപത്രിയിൽ കൊണ്ടുപോണത്, മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ. വെള്ളിയാഴ്ച രാവിലെ 10:30 മണിക്കാണ് മയ്യത്ത് നിസ്കാരം. എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, കാരണം ഞാൻ ജുമായും ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദൂരെയാണ്. ജുമാ നിസ്കാരത്തിന് ശേഷം ഉടനെ ഞാൻ അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ആ ചെറിയ കുട്ടി അവിടെ ഇങ്ങനെ പിന്നെ ചെറിയൊരു സൈക്കിൾ ഉണ്ട് കുട്ടികൾ കളിക്കണം. ആ സൈക്കിളിൽ ഓട്ടം ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ആ വാപ്പ മരിച്ചൊന്നും ആ കുട്ടിക്ക് അറിയാൻ മാത്രമുള്ള വയസ്സായിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് തലേ ദിവസം രാത്രി ഇശാ നിസ്കാരം തറാവീഹ് കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിച്ച് ആ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരുന്ന സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിച്ച് കിടന്ന മനുഷ്യൻ വെള്ളിയാഴ്ച രാത്രി കിടക്കുന്നത് ഖബറിലാണ്. തലേന്ന് ആ സ്വന്തം കുട്ടിയെ, സ്വന്തം പൊന്നുമകളെ ചുമരിലിട്ട് തലോടി ഉറക്കിയ ആ വാപ്പ, നാളെ ഞാൻ ഈ സമയത്ത് ഈ കുട്ടിയെ തലോടാൻ, ഈ കുട്ടിയെ, എൻ്റെ പൊന്നുമകളെ ഓമനിക്കാൻ ഞാൻ ഈ സമയത്ത് ഞാൻ ഉണ്ടാവില്ല, നാളെ ഞാൻ ഖബറിലായിരിക്കും എന്ന് ഈ മനുഷ്യൻ അറിയണില്ല. ഇതാണ് നമ്മളൊക്കെ ജീവിതം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് പറഞ്ഞ കുറേ ചോദ്യങ്ങൾ, അത് തദബ്ബുർ ചെയ്യാൻ, ആലോചിക്കാനാണ്. അതാണ് അല്ലാഹു ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്താ നിങ്ങൾ ചെയ്യുന്നില്ലെന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. അപ്പം 3 കാര്യങ്ങൾ ഈ റമദാനിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഈ ആയത്തിൻ്റെ അർത്ഥവും അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം പറയും. റമദാൻ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ കുറവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറേ ആളുകൾ നാട്ടിലാണെന്നും പറഞ്ഞു, അതുകൊണ്ടായിരിക്കും ആളുകൾ കുറവ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് റമദാനിൽ ഒരു ക്ലാസ് കൂടി കിട്ടും. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇന്ന് പിന്നെ 10:30 മണിക്ക് ഇൻഷാ അല്ലാഹ് MMA ഒരു ക്ലാസ് ഉണ്ട്, 3:15 അടയാറിലും ക്ലാസ് ഉണ്ട്. പരമാവധി പങ്കെടുക്കാൻ പറ്റിയ ആളുകളൊക്കെ പങ്കെടുക്കുക. നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ചെയ്യുക.
പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ദാറുൽ അർക്കം എന്ന് പറഞ്ഞൊരു അറബി കോളേജ് ഉണ്ട്. തിരുവനന്തപുരത്ത് ദാറുൽ അർക്കം എന്ന് പറഞ്ഞ അറബി കോളേജ് ഉണ്ട്. ഒരുപാട് കുട്ടികളവിടെ പഠിക്കുന്നുണ്ട്. നല്ലൊരു സ്ഥാപനമാണ്. ഒരുപാട് വലിയ അറിയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്ന, വളരെ പാവപ്പെട്ട കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ പരിശുദ്ധ റമദാനിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമായിരിക്കും. അവരുടെ അധ്യാപകരൊക്കെ ആയിട്ടുള്ള കുട്ടികളോട് വന്നിട്ടുണ്ട്. എൻ്റെ മകൻ ഇവിടെ മാസിനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ്സൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അവൻ്റെയൊക്കെ കൂടെ പഠിച്ച കുട്ടികളാണ്. അപ്പം അവരുടെ ആ കാര്യം നിങ്ങൾ മുഖവിലക്കെടുക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കർമ്മങ്ങൾക്കും സാക്ഷികളായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, അദ്കാറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഖിയാമും നമ്മുടെ റുകൂഉം നമ്മുടെ സുജൂദും നമ്മുടെ സദഖകളും എല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും പോരായ്മകളും ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അതെല്ലാം നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഞങ്ങൾ സുക്കൂനിന്റെ പ്രയോഗം നേരെയാണ് ഡൗട്ട്. അത് ഓരോ സ്ഥലങ്ങളിൽ വരുമ്പോഴുള്ള വ്യത്യാസം. ഇപ്പം ഞങ്ങള് പല ഇമാമുകളും പല ആൾക്കാരും ഓതുന്ന കേൾക്കുന്നുണ്ട്. ഫാത്തിഹയിൽ വരുമ്പോൾ തന്നെ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ, ഇതൊരു പ്രയോഗം. പല ഇമാമുകളും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. ഇത് രണ്ടും ശരിയാണോ ഇല്ല, ഇതൊന്നു മാത്രമാണോ ശരി? ഈ സുക്കൂന് വായിൽ നിന്ന്, അതായത് നമ്മളുടെ ശ്വാസം ഫുള്ളായി പുറപ്പെടാത്തതാണല്ലോ സുക്കൂൻ, അല്ലെ? അത് ശരിയല്ലേ ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ എല്ലായിടത്തും അത് അപ്ലൈ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം അല്ലെ, ഈ ഇന്നത്തെ ആയത്തിൽ തന്നെ വരുന്നുണ്ട്. കാ വരുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞേ മതിയാവുള്ളൂ. എന്ന് പറഞ്ഞാൽ മതിയാവത്തില്ല. അപ്പൊ അതെങ്ങനെ ഞങ്ങൾ പലപ്പോഴും അക്ഷരശുദ്ധിയുടെ കാര്യം പണിയുന്നതാണല്ലോ. ഇതെങ്ങനെ ഇത് ഞങ്ങൾ കണക്കിലെടുക്കും? ഇപ്പൊ ഇന്നത്തെ ഖിറാഅത്തിൽ തന്നെ ഇപ്പം എന്നാണ് ഖിറാഅത്ത് ഓതി. പക്ഷെ ഉസ്താദ് ഓതുമ്പോഴും വന്നത്. അപ്പം അത് രണ്ടും ശരിയാണോ? അതെങ്ങനെയാണ് അതിന്റെ വ്യത്യാസം? ഒന്ന്, ഇത് തലഫുളാണ്. തലഫുൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലഫ്ള് എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ള ഉച്ചാരണവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ പറഞ്ഞ ഹദാ യഹ്ദി എന്ന ക്രിയയുടെ അമ്ര ഫീലാണ് ഇഹ്ദി. ഹാൻ്റെ മേലെ സുക്കൂനാണ്. ഖറഅ യഖറഉ എന്നതിൻ്റെ അമ്ര ഫീലാണ് ഇഖ്റ. ഇതിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ഹദാ യഹ്ദി, അവിടെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് തന്നെയാണ് ഓതേണ്ടത്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ സംശയം വന്നത് എനിക്കറിയില്ല. ഹാഇന് സുക്കൂന് തന്നെയാണ് അവിടെ വരേണ്ടത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അങ്ങനെ തന്നെയാണ് ഖിറാഅത്ത്. രണ്ടാമത്തത് പിന്നെ ഇഖ്റ എന്നുള്ളിടത്ത് ഖാഫ്, പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണോ കുത്തുബ് ജദ്ദ് ഏത് ക്ലാസ്സിലാണ് പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിലും അതെ നമ്മൾ എപ്പോഴാണ് പറഞ്ഞത്? കുത്തുബ് ജദ്ദ് ഇവിടെയാണോ അതോ മറ്റേ MMA-ലാണോ പറഞ്ഞത്? കുത്തുബ് ഖാഫ് ത്വ ബാ ജീം ദാല്, ഈ 5 അക്ഷരങ്ങളെ മുഴക്കത്തിൽ ഉച്ചരിക്കണം. അപ്പോൾ ആ 5 അക്ഷരങ്ങൾ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ കുത്തുബ് ജദ്ദ് നമ്മൾ പറയുന്ന ഒരു വാക്കിലായിട്ട് പറയണത്. അപ്പോൾ ശരിക്കും അവിടെ
ഖാഫാണ്, കേഫ് അല്ല ഖാഫ്, ഇഖ്റ എന്ന് തന്നെയാണ് അവിടെ ഓതേണ്ടത്. അത് എങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ കേട്ടുകൊടുത്തതിനും പറ്റിയതാണോ അങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ എന്തായി പോവും, ചില കാര്യങ്ങളൊക്കെ അതേ ഇതിൽ തന്നെ ചിലപ്പോൾ വന്നോണമെന്നില്ല. ചിലപ്പോൾ പല കാര്യങ്ങളും ചില ഉച്ചാരണത്തിൽ വരുമ്പം ഇപ്പോൾ ചില എല്ലാവരും ഉച്ചരിക്കുമ്പോൾ ഒരേ അവസ്ഥയിലാവണം, പക്ഷെ നിയമം ഒന്നാണ്. അപ്പൊ നിയമം ആ ആ ഒന്നാണെങ്കിൽ ഇപ്പം പല ആൾക്കാർ പോകുന്നത് അപ്പൊ അവിടെ അതെ, അത് നിങ്ങൾ പറഞ്ഞ തലഫുദാണ്. ആ ഉച്ചാരണത്തിൽ വരുന്ന, അത് ഓരോരുത്തരുടെയും ഉച്ചാരണത്തിൽ ചിലപ്പോൾ എന്ത് വരും, ചില മാറ്റങ്ങൾ ചില വ്യതിയാനങ്ങളൊക്കെ വരും. അതിൻ്റെ ഒപ്പം ശബ്ദം കുറയും, ശബ്ദം കുറയുക. അതുപോലെ തന്നെ ഇപ്പം ഈ അതിലുള്ള ഈ അക്ഷരങ്ങളുടെ പിന്നെ ഈ ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നിൽക്കുന്ന തലഫുദ് നമ്മൾ വേറെ തന്നെ പറയേണ്ട ഒരു സ്കില്ലാണ്. വേറെ തന്നെ കുറേ നമ്മൾ വിശദീകരിക്കേണ്ട സംഭവമാണ്. അതിപ്പോൾ ഈ പറച്ചിലുകൊണ്ട് അവസാനിക്കൂല. അതിൽ ചില ചായലും ചെരിച്ചിലും ഒക്കെ ഉണ്ട് ഈ നമ്മളെ തലഫുദായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആ നിയമങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പരമാവധി നമ്മൾ ഖിറാഅത്ത് നന്നാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അപ്പോൾ അതിന് നമുക്ക് പഠിച്ചെടുത്താൽ കൂലി കിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മൾ അള്ളാൻ്റെ കലാമാണ് നന്നാക്കാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കൂലി നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് വന്നു പോകുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളും തെറ്റുകളൊക്കെ വരും. ആ അബദ്ധങ്ങളിലും തെറ്റുകളിലും റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കല്ലേ. അത്രയേ ഉള്ളൂ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അല്ലാഹു ബാരിക് ഫീക്കും ഇൻഷാ അല്ലാഹ്. അതന്നെയല്ലോ, അത്രയേ ഉള്ളൂ വിഷയം. ആ ആ അത് ഇതേപോലെ തന്നെ ഗൈനാണ് അക്ഷരം. ഐനുണ്ട് ഗൈനുണ്ട്. മഗ്ലൂബ് ഗൈനാണ്. അതിലും ഈ പിന്നെന്താ പറയുക, വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില അക്ഷരങ്ങളുടെ അപ്പുറവും ഇപ്പുറവും വരുന്ന വേറെ ചില അക്ഷരങ്ങളുണ്ട്. ആ അക്ഷരങ്ങൾക്കനുസരിച്ച് ചില അക്ഷരങ്ങളുടെ ചായലും ചെരിയിലൊക്കെ മാറ്റം വരും. അത് തലഫുദാണ്. അത് വേറെ ഒരു നിയമമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉണ്ടാവും ഒറ്റയ്ക്ക് ഇരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ആ കാര്യങ്ങൾ പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഏതായാലും ഖുർആനായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതും അറിയുന്നതും പഠിക്കുന്നതൊക്കെ ആവശ്യമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ വിജ്ഞാനം ഇൽമ വർദ്ധിപ്പിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. എന്താണ് ഇല്ല ദാറുൽ അർഖമിന്റെ ആ കാര്യം ഒന്ന് ഓർമ്മപ്പെടുന്ന ഉസ്മാനൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് കുട്ടികളോടുണ്ട്, അവർ നിങ്ങളെ കാണും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്.